പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് മെറ്റി സിബി. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ 2023 ഡിസംബർ 16 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം എന്ന് പറയുന്നത് ജർമ്മൻ എക്സാമിൻ്റെ B2 ലെവല് പാസ്സാവുക എന്നുള്ളതായിരുന്നു. 8 മാസം ഞാൻ ജർമ്മൻ പഠിച്ചു. അതിനുശേഷം ഞാൻ എക്സാം പോയിട്ട് എഴുതി. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു മൊഡ്യൂൾ മാത്രമാണ് എഴുതി പാസ്സാവാനായിട്ട് സാധിച്ചത്. പിന്നീട് എനിക്ക് 3 മൊഡ്യൂളും കൂടി കിട്ടാനുണ്ടായിരുന്നു. പിന്നീട് 2 തവണ കൂടി ഞാൻ എക്സാം എഴുതി. പക്ഷേ അതിൽ 3 മൊഡ്യൂളും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും ഇവിടേക്ക് വരണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുന്നതും. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ആദ്യമായിട്ട് ഡിസംബർ 16 2023 ഞാൻ ഉടമ്പടി എടുത്തു. 90 ദിവസം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതുപോലെയുള്ള പ്രാർത്ഥനാ ജീവിതവും ഉപവാസവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ജർമ്മൻ എഴുതാനായിട്ട് സീറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എക്സാമിന്. 90 ദിവസത്തെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പിന്നെയും പുതുക്കി. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പിന്നെയും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ആഗ്രഹം എനിക്ക് ബാംഗ്ലൂർ സീറ്റ് കിട്ടി അവിടെ എഴുതി പാസ്സാവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മാതാവിനോട് ഞാൻ ആ സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത്, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് 4ാമത്തെ പ്രാവശ്യമാണ്. 4ാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ മാതാവ്, നീ എവിടെയാണോ ഞാൻ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ എഴുതാനും അവിടെ തന്നെ എഴുതി പാസ്സാവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ജൂൺ മാസം എക്സാം എഴുതാനായിട്ട് ബാംഗ്ലൂർ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അവിടെ തന്നെ മാതാവ് സീറ്റ് നൽകി അനുഗ്രഹിച്ചു. സീറ്റ് ഉറപ്പായതിന് ശേഷം ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുകയും അതുപോലെ ഓരോ പ്രാവശ്യവും ഞാൻ പഠിക്കാനും റിവിഷൻ ചെയ്യാനും ജർമ്മൻ എടുക്കുമ്പോൾ അതിലൊക്കെ മാതാവിൻ്റെ തൈലവും ഉപ്പും കുരിശാകൃതിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതുപോലെ പരീക്ഷയുടെ 10 ദിവസത്തിന് മുൻപ് ഉപവാസം എടുക്കുകയും മാതാവിൻ്റെ തൈലവും ഉപ്പും എൻ്റെ നെറ്റിയിലും ശിരസിലും ഒക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ ജൂൺ 26 ആയിരുന്നു എൻ്റെ എക്സാം. ഞാൻ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ ഹോൾ ടിക്കറ്റൊക്കെ കിട്ടി. ഞാൻ ഹാളിൽ കയറിയപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും ഞാൻ എഴുതുന്ന പേനയിലും ഒക്കെ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും വിതറി പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണ് ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചത്. അതുപോലെ മാതാവിൻ്റെ കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനല്ല, പരിശുദ്ധ അമ്മേ, നീ നിൻ്റെ തിരുക്കുമാരനെയും കൂട്ടി വന്ന് എനിക്ക് വേണ്ടി നീ പരീക്ഷ എഴുതി എന്നെ പാസ്സാക്കണം എന്നാണ് ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതി. എനിക്ക് പരീക്ഷ നല്ല എളുപ്പമായിട്ട് തോന്നി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പരീക്ഷ പാസ്സായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇതായിരുന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. 1 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് എല്ലാ മൊഡ്യൂളും ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചത്. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു, വീട് പണിയാനായിട്ട് എടുത്തത്. അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ വെച്ച് മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ഒരു കസിനായിട്ടുള്ള ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു അവരുടെ സ്ഥലവും വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നീ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഈ ഉടമ്പടിയുടെ തൈലവും അതുപോലെ തന്നെ ഉപ്പും കുരിശാകൃതിയിൽ അവിടുത്തെ വീടിൻ്റെ കട്ടിളപ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വീട് സ്ഥലവും നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന്. അങ്ങനെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നതിന്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കാനും അതുപോലെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും അരമണിക്കൂർ സമയമെങ്കിലും പേഴ്സണലായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്തി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആ വഴിയിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുക, അതുപോലെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രവും ഞാൻ വഴിയിലൊക്കെ പോയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഇതുപോലെയൊക്കെ ആരെങ്കിലും വിഷമങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് സാധിച്ച് കിട്ടും എന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസം ഏറെ പ്രത്യേകതകളുള്ള മാസമാണ്.
ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുകയാണ്. ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ 2 ദിവസങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളാണ് എന്നുള്ളതാണ്. കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയുന്നു പരിശുദ്ധ അമ്മ കൃപയുടെ ഉറവിടമാണെന്ന്. ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അമ്മയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മംഗളവാർത്തയിൽ ദൂതൻ പറയുന്നത് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൂതൻ പറയുന്നത് പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. കൃപാസനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും പരിശുദ്ധ അമ്മ കൃപയുടെ കേന്ദ്രമാണെന്നും കൃപ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ പരിശുദ്ധ അമ്മ നൽകുന്ന ഓരോ നന്മയ്ക്കും ഓരോ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പങ്കുവെക്കുന്നത്. നമ്മളോട് മെറ്റി സിബി എന്ന സഹോദരി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് തന്നെയാണ്, പരിശുദ്ധ അമ്മയോട് കരം പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായപ്പോൾ ഉടമ്പടി വഴിയായിട്ട് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യണമെന്ന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് തയ്യാറാകുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തെ അലങ്കരിക്കുന്നു. ഈ സഹോദരി നമ്മളോട് B2 എക്സാം പാസ്സായതിൻ്റെയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് എടുത്ത ഓരോ കാര്യങ്ങളുടെയും സംഭവങ്ങൾ വിവരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു എത്രത്തോളം പരിശുദ്ധ അമ്മ തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുസന്നിധിയിലേക്ക് നടക്കുവാനായിട്ട് തയ്യാറാകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.